Hey guys, once again welcome back to my YouTube channel. അപ്പോൾ ഗൈസ് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കിടിലം വീഡിയോ വരാൻ പോവുകയാണ്. ഐ എം സോ റിയലി എക്സൈറ്റ്മെൻറ്റ് ഫോർ യു ഗൈസ്. കാരണം ഇന്ന് ഞാനുള്ളത് തമിഴ്നാട് തക്കല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ഇതിൻ്റെ ഒരു സോളോ ട്രിപ്പാണ്. ഇപ്പം ഞാനുള്ള തക്കല ബസ് സ്റ്റാൻഡിനകത്ത് പോകണമെന്ന് ഞാൻ വിചാരിച്ചു, ബട്ട് പോയില്ല. സോ ഇത് ഏതൊരു സ്ഥലമാണ്. സോ ഇവിടെയാണ് ഇപ്പോൾ ബസ്സൊക്കെ ഒതുക്കുന്നത്. ഞാൻ പോകേണ്ട സ്ഥലം എന്ന് വെച്ചാൽ ഈ റൂട്ടാണ് എനിക്ക് പോകേണ്ടത്. സോ എന്ന് വെച്ചാൽ നമ്മുടെ കൊലശ്ശേരകം ആ റൂട്ടായിരിക്കും പോകേണ്ടത്. സോ ഞാൻ ഇന്ന് എവിടെ പോകുന്നു ചോദിച്ചാൽ ഗൈസ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പത്മനാഭപുരം ക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ പാലസിലോട്ടാണ് ഞാനിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പത്മനാഭപുരം പാലസിൽ ഇപ്പം വല്ല റെസ്ട്രിക്ഷൻസ് വല്ല വന്നിട്ടുണ്ടോ, ടിക്കറ്റ് ഫെയർ എങ്ങനെയാണ്, വീഡിയോ അലോഡാണോ, സോ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരിക്കും. സോ ഗൈസ് കം ഓൺ, ലെറ്റ്സ് ഗോ. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. തക്കല ബസ് സ്റ്റേഷൻ അത്യാവശ്യം കുറച്ച് ഇപ്പോൾ റഷ് മീൻസ് ഞാൻ പണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഒരു വലിയൊരു ബസ് സ്റ്റാൻഡ് അകത്താണ് ഈ ഒരു സംഭവം വരുന്നത്, ബസ് സ്റ്റേഷൻ. ബട്ട് ഇപ്പോൾ എല്ലാം വിതറിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ടാണ് പത്മനാഭപുരം പാലസ് പോകണമെങ്കിൽ ഇപ്പുറത്താണ്. സോ അങ്ങോട്ട് നാഗർകോവിൽ റൂട്ടാണ് പോകുന്നത്. സോ ഇവിടെ നിന്നാണ് ബസ്സൊക്കെ വരുന്ന വഴി. ഞാൻ ഇതുവഴിയാണ് വന്നത്. സോ അവിടെ ബസ് നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ. സോ ഞാൻ ആ വഴിയാണ് വന്നത്, കണ്ടില്ലേ. സോ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. സോ ഇത് തമിഴിലേക്ക് വായിക്കാറുണ്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞാണ് ഈ റൂട്ട് നിന്നാൽ മതി, ബസ് വരും, അതിൽ ഏതെങ്കിലും ബസ്സിൽ കയറിയത് എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അടുപ്പിച്ചെന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. സോ ഗൈസ് ബസ്സും സൈഡൊക്കെ പോകുന്നു. എൻ്റെ മോനെ മുടിഞ്ഞ തിരക്കാണല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല തിരക്ക്. തമിഴ്നാട് തന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു പിങ്ക് ഈ സാധനം ഇട്ടിരുന്നുണ്ട്, ഈ പിങ്ക് കളർ. സോ ഇതിട്ടിരിക്കുന്ന ബസ്സിലേക്ക് കയറിയ വുമൻസിന് ഫ്രീ ആണ്. വുമൻസ് ഓർ ഗേൾസ് ആർക്കായാലും ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ ഫ്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. കയറുന്നതിന് മുമ്പ് ബെല്ലടിച്ച് പറഞ്ഞു വിടും. എന്താ അവസ്ഥ അറിയത്തില്ല. സോ ബസ് ആൾക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബസ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാണ്. സോ ഇനി നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇങ്ങോട്ടാണ് പോകാൻ പറഞ്ഞത്, പത്മനാഭപുരം പാലസ്. സോ നമുക്ക് നടന്നു നോക്കാം. തമിഴ്നാട് ബസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം വെച്ചാൽ ഈ ടിക്കറ്റ് പ്രൈസിങ് ആണ്. കാരണം തക്കലയിൽ നിന്ന് പത്മനാഭപുരം പാലസ് വരെ വരുന്ന ടിക്കറ്റ് റേറ്റ് 5 rupees മാത്രമേ ഉള്ളൂ. എന്തെന്നറിയത്തില്ല. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കിലോമീറ്റേഴ്സ് കുറവായതുകൊണ്ടായിരിക്കാം. സോ നമ്മൾ നേരെ പാലസിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. സോ ഇവിടെയൊക്കെ റൂംസ് ആണ് കേട്ടോ. ഇത് റൂംസ് ആണെന്ന് തോന്നുന്നുണ്ട്. വൈറ്റ് മെമ്മോറിയൽ ഹോമിയോ അല്ലാതെ ഇത് താഴെ ഹോസ്പിറ്റലാണ്, മുകളിലൊക്കെ റൂംസ് ആണെന്ന് തോന്നുന്നുണ്ട്. പാലസിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ പോകുമ്പോൾ തന്നെ വേറൊരു പ്രത്യേകത ഒരു ഫീലാണ് ഇതൊഴി നടക്കുന്നത് തന്നെ. സൈഡിലൊക്കെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈഡിൽ ബൈക്ക് പാർക്കിങ്, പിന്നെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സ്വാഭാവികം, നിങ്ങൾക്കറിയാം പാലസ് ആകുമ്പോൾ കുറേ ടാക്സി ഷോപ്പും ഓട്ടോയും സംഭവവും കടകളും ഒരു പഴയ പഴഞ്ച് കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിതിപ്പോൾ ഉള്ളത് ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. സോ ഇത് ഏത് ക്ഷേത്രമാണെന്ന് തമിഴിൽ എഴുതിയിട്ടുണ്ട്. സോ എനിക്ക് വായിക്കറിയത്തില്ല. ഒരു ചെറിയൊരു ക്ഷേത്രം, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഭയങ്കര ഒരു വലിയൊരു ടാക്സി ഇത് തന്നെ കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ അതാ ആക്സസറീസും, പിന്നെ ഒരു പട്ടിക്കുട്ടെ ആക്സസറീസും കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഈ ഒരു പാലസിൽ വരുന്ന ആൾക്കാരുകൾ വാങ്ങാനായിട്ടുള്ള കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ലല്ലോ, വണ്ടികൾ സാധനം. സോ നിങ്ങൾക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ വേറൊരു സംഭവമാണ്, ഇടിക്കല്ലിക്കുളവി എന്നൊക്കെ പറയും. പണ്ടുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഏതാ ആൻറ്റിക് ഷോപ്പുകളുണ്ട്, കുറേ ആൻറ്റിക് ഷോപ്പുകളുണ്ട്. നമുക്ക് വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറും ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആൻറ്റിക് ഷോപ്പുകളിലൊക്കെ, കണ്ടില്ലേ, ബൈക്ക് എല്ലാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൻറ്റിക് ഷോപ്പ്. ഇത് വേറൊരു വെറൈറ്റി ആയിട്ടോ, ഇതെന്ത് മങ്കി, ഒരു വേറെ വെറൈറ്റി ആയിട്ടോ. എന്താ ഇങ്ങനെ അടുത്തൊക്കെ ഓൾമോസ്റ്റ് ഒരു ഇതാണ് ഭയങ്കര ഷോപ്പുകളിലുള്ളൊരു ഇതാണ്. ഒന്നാ ടൂറിസ്റ്റ് സ്ഥലമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ടില്ലേ.
എന്നുള്ളതെന്ന് പത്മനാഭപുരം പാലസ് ആൻഡ് മ്യൂസിയം ആൻറ്റിക്വൈറ്റ്സ് എന്ന് പറയുന്നൊരു പാലസിൻ്റെ ഫ്രണ്ടിലാണ്. സോ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. പത്മനാഭപുരം പാലസിൻ്റെ എൻട്രൻസ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. കണ്ടില്ലേ? സോ ഒരു വേറൊരു വൈബ് ഗൈസ്, മരങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞ് ഒരു അടിപൊളി ഫീലിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇതിൻ്റെ ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറേ ഷോപ്പുകളിലൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ കരിക്കോ സംഭവമൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആൻറ്റിക് ഷോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ യൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇനി നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെ എഴുതി വെച്ചത്, പത്മനാഭപുരം മുനിസിപ്പാലിറ്റി നോട്ടീസ്, എൻട്രി ഫീസ്, ഡീറ്റെയിൽസ് ഫോർ ടൂറിസ്റ്റ് വെഹിക്കിൾ പത്മനാഭപുരം പാലസ്. പത്മനാഭപുരം പാലസിൽ പോകണമെങ്കിൽ ടൂറിസ്റ്റ് വെഹിക്കിൾസിന് 2 വീലറിന് 10, ഓട്ടോക്ക് 25, കാറിന് 50, വാനിന് 100, ബസ്സിന് 150. സോ അതാണ് ഈ ഒരു നോട്ടീസ്. നിങ്ങൾ എന്തായാലും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ പറ്റിപ്പാണ് അങ്ങനെയാണെന്ന്, എന്തായാലും നിങ്ങളിതൊന്ന് വായിച്ചിട്ട് അത് കയറാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇനി അകത്തോട്ട് കയറാം. സോ ഇതാണ് പാലസ്. സോ അകത്തോട്ട് കയറുമ്പോൾ തന്നെ വേറൊരു വൈബാണ് സംഭവം. കണ്ടില്ലേ? ഒരു നീണ്ടൊരു കൊട്ടാരം പോലെ, എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. സൈഡിലൊക്കെ മരങ്ങളൊക്കെ വെച്ച് ഒരു എന്തു പറയാനാ, ഒരു വേറൊരു തീം വൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നേരെ ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. സോ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആണോ എന്ന് എനിക്കറിയത്തില്ല. സോ എന്തായാലും ഒരു അടിപൊളി ഇതാണ്. കണ്ടില്ലേ? ഈ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ചപ്പൽസിൻ്റെ റൂമുണ്ട്. ഇതിലിവർ 3 ലാംഗ്വേജിലായിട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്, മലയാളം, ഇംഗ്ലീഷ് 3 ലാംഗ്വേജിലായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ചപ്പൽ മാറ്റി വയ്ക്കാം. കണ്ട, നമ്മൾ ചെരുപ്പൊക്കെ ഊരി. സോ ഇനി നമ്മൾ ടിക്കറ്റിലോട്ട് എടുക്കാൻ പോകണം. അപ്പം അത്രയ്ക്കും നമ്മൾ ചെരുപ്പ് സംഭവമൊക്കെ ഊരി. സോ നമ്മൾ അത്രയ്ക്കും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അന്നൊരു ദിവസം വന്നപ്പോൾ എത്ര 2 മണിയോ ആ ടൈം എന്തോ ആയിരുന്നു, 2 1 എന്തോ ആയി. സോ ആ ടൈം വന്നപ്പോൾ എനിക്ക് ഇവിടെ ടിക്കറ്റ്സ് കിട്ടിയില്ല പ്രോബ്ലി. സോ അന്ന് ഇവരെ ലഞ്ച് ടൈമോ അങ്ങനെ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ഇപ്പം ഞാനുള്ളത് പത്മനാഭ പാലസിൻ്റെ അത് തന്നെ. ഇപ്പോൾ സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഒടുക്കത്തെ വെയില, ഒടുക്കത്തെ ചൂടാ സംഭവം കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ അവിടെയാണ് എൻട്രൻസ് വരുന്നത്. സോ ഇതിന് മുമ്പിൽ തന്നെ അതവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കണ്ടോ. സോ ടിക്കറ്റ് കൗണ്ടറിൽ ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് ഒന്ന് എടുത്ത് നോക്കാം. സോ അതിന് മുമ്പ് ഇവിടെ എന്തോ നോട്ടീസ് വെച്ചിട്ടുണ്ട്. സോ നോട്ടീസ് നമുക്ക് കൂടി നോക്കാം. പത്മനാഭപുരം പാലസ് എൻട്രി ഫീസ് ഇന്ത്യൻ അഡൽട്സിന് 50 പറയുന്നത്. 50. പിന്നെ ഇപ്പോൾ കൊച്ചു കുട്ടികൾ 15 മുതൽ 12 വയസ്സ് വരെ ഉള്ളവർക്ക് 10 രൂപയും, പിന്നെ ഫോറിൻസിന് 500 എന്നാണ് പറയുന്നത് അല്ലേ. ഫോറിന് 500, പിന്നെ ഫോറിൻ ചിൽഡ്രന് 100 എന്നാണ് പറയുന്നത്. പിന്നെ മൊബൈൽ ക്യാമറ 10 റുപ്പി, ക്യാമറ ഓർഡിനറി 250. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ഗോപ്രോ ഫോട്ടോഷൂട്ട് വീഡിയോ 250. സോ നിങ്ങൾ എന്തായാലും വരുമ്പോൾ ഈ ഒരു സാധനം പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വായിച്ചിട്ട് വരിക. മൊബൈൽ ക്യാമറ എത്രയാണ്, വീഡിയോ എടുക്കാനും ഫോട്ടോഷൂട്ടിങ്ങിനുണ്ടെങ്കിൽ സോ അത്രയാണ് പറയുന്നത്. ഓക്കെ, കമ. ഇതാണ് ടിക്കറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഇസ് 1 ഫോർ ടിക്കറ്റ്. ഇതിൽ നമ്മളെ ക്യാമറ, അഡൽട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാം. എൻട്രൻസ് വരുന്നത് അവിടെയാണ്. ഓക്കെ, ഫസ്റ്റ് കയറിയിട്ട് വരാം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ തക്കലിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാര സമുച്ചയമാണ് പത്മനാഭപുരം കൊട്ടാരം. AD 1592 മുതൽ 1609 വരെ തിരുവിതാംകൂർ ഭരിച്ച ഈരവിവർമ്മ കുലശേഖര പെരുമാളാണ് AD 1601 പത്മനാഭപുരം കൊട്ടാര നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കേരളത്തിൻ്റെ തനത് വാസ്തുവിദ്യ ശൈലിയുടെ മകുടോദാഹരണമാണ് പത്മനാഭപുര കൊട്ടാരം. 6 ഏക്കറോളം വരുന്ന കൊട്ടാര വളുപ്പിൽ സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാട്ടിലെ വല്ലി നദി കൊട്ടാരത്തിൻ്റെ സമീപത്ത് കൂടി കടന്നു പോകുന്നു. കൊട്ടാരത്തിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത് കേരള സർക്കാരിൻ്റെ പുരാതവസ്തു വകുപ്പാണ്. 1741 കുളച്ചൽ യുദ്ധത്തിന് ശേഷമാണ് മാർത്താണ്ഡവർമ്മ രാജാവ് ഇന്നു കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പണിഞ്ഞത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശിക്ക് അടുത്തുള്ള കുറ്റാലം കൊട്ടാരവും കേരളത്തിൻ്റെ കൈവശമാണ്. പോകുന്നത് ആയുധങ്ങൾ എടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ? സോ അങ്ങനെ നമ്മൾ പത്മനാഭപുരം പാലസിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. സോ ഞാനത് പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ വേറൊരു സംഭവം വെച്ചാൽ പണ്ടത്തെ രാജാക്കന്മാർ എങ്ങനെയാണോ കഴിച്ചു കൂടിയിട്ടിരുന്നത്, അല്ലെങ്കിൽ പടയാളികളൊക്കെ വരുമ്പോഴും അതുപോലെ മന്ത്രിമാരുള്ളപ്പോൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ സെയിം കൺസെപ്റ്റിലാണ് ഇവരിപ്പം പണി ചെയ്തിട്ടുള്ളത്. സോ ഓക്കെ, ഫൈൻ. ഞാനിത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ കുറേ കച്ചവടക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആകർഷിക്കാനായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അവിടെ തന്നെ ടാക്സ് ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് കുറച്ച് ആൻറ്റിക് ഷോപ്പുകൾ നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പാലസിൽ വന്നാൽ ഇവിടെ പലതരം സോവനീസ് ഉണ്ടല്ലോ. നമ്മുടെ കേരള വയനാടിൻ്റെ സോവനീസാണ്. പിന്നെ കേരള അങ്ങനെ പറയുന്ന ഇന്ത്യയുടെ സോവനീർ ഉണ്ട്. അങ്ങനെ പലതരം സോവനീസ് നമുക്കിവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അടുക്കൽ തന്നെ ഭയങ്കര
ഇവിടെ ഒരു ട്രഡീഷണലായിട്ട് ചെറുത് പൈസയാണ് അത്. നമ്മളെ 10 രൂപ 20 രൂപ 50 100 500 2000 നോട്ട് വരെ ഉണ്ട് ഗൈസ് നമുക്കിവിടെ. അതിൻ്റെ അടുക്കൽ തന്നെ അവിടെ ഒരു സുവനീർ ഷോപ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. സുവനീർ അല്ല, ഇത് ആൻറ്റിക് ഷോപ്പാണെന്ന് തോന്നുന്നു. അണ്ണാ ഇത് തന്നെ കുരുവിക്കൂട്. ഓക്കെ ജസ്റ്റ് കുരുവിക്കൂടാണിത്. അങ്ങനെ തന്നെ പലതരം നമുക്കിതാ ഇവിടെ ആനപ്പട പിന്നെ അങ്ങനെ പറയുന്ന കുറേ ഒരു ആൻറ്റിക് ഷോപ്പ്. ആൻറ്റിക്സ് ആണോ എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്, പ്രോബ്ലി അതെ. അപ്പം നമ്മളിപ്പോൾ പത്മനാഭപുരം പാലസിൻ്റെ കുറേ ഹിസ്റ്ററീസും കാര്യങ്ങളും സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിന് അടുത്ത് നമ്മൾ പാലസിൻ്റെ അടുത്തുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എടുക്കാൻ പറ്റിയത്. സോ ഫോട്ടോസിൻ്റെ വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇനി മുതൽ കുറേ തമിഴ്നാട് ട്രിപ്സും അല്ലെങ്കിൽ നാഗർകോവിലിനകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നൊരു എൻ്റെ ചാനൽ വഴി കാണുന്നതായിരിക്കും. സോ ഗൈസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക, എന്നാലേ നമ്മൾ ഇങ്ങനത്തുള്ള കുറേ സ്ഥലങ്ങൾ നമ്മൾ പോകുന്നുള്ളൂ. അപ്പം ഇന്ന് ഞാൻ പത്മനാഭ പാലസിൻ്റെ കുറേ വീഡിയോസുകളെല്ലാം കാണിച്ചു തന്നു. സോ ഇനി അടുത്ത് പോകുന്ന ഗ്രാമപ്രദേശമാണ്. സോ അപ്പം അടുത്തൊരു സീരീസ് കാണുന്നവരെ സ്റ്റോറീസ് ബൈ.